നമ്മുടെ മലയാളികൾ കണ്ടിട്ടുള്ള ഏറ്റവും കുറച്ച് നല്ല ഡാൻസേഴ്സിലെ ഒരാൾ തന്നെയാണ് ചാക്കോച്ചൻ. ചാക്കോച്ചന്റെ ഡാൻസ് ഒക്കെ കണ്ട് നമ്മൾ എന്താ പറയുക, അതുവരെ ഇല്ലാത്തൊരു സ്റ്റൈലിലൊക്കെ പെട്ടെന്ന് ഒരു ആക്ടർ വന്ന് കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു മനസ്സിലൊരു ഡാൻസർ, ആ ഡാൻസറെ ഡാൻസ് പഠിപ്പിക്കാൻ നമ്മുടെ അമ്പാൻ വരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡാൻസ്? അതെയോ? നമ്മൾ ഡാൻസ് പഠിപ്പിക്കുകയാണ്. ഗാനം ഇറങ്ങിയതിനു ശേഷം എന്റെ പഴയ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരു കുറച്ച് വിഭാഗം ആൾക്കാരുണ്ടാവും. എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഡാൻസ് ഒക്കെ ഒന്ന് പഠിച്ചു. ക്യാരക്ടർ ഡാൻസ് അറിയാൻ പാടില്ല, പെർഫോം ചെയ്താണ്. അപ്പൊ അങ്ങനെ അടിപൊളിയായിരുന്നു. സജിൻ ചേട്ടന്റെ ഡാൻസ് ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ക്ലാസ് ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. എങ്ങനെ പഠിപ്പിക്കണം? ഡാൻസ് കറക്റ്റായിട്ട് ചെയ്യുന്ന ക്ലാസ്സും എനിക്ക് തെറ്റായിട്ട് ചെയ്യുന്ന ക്ലാസ്സും നടന്നുണ്ട്. ഇത് മറ്റേതിൽ പറഞ്ഞ പോലെ എത്ര ടഫ് സ്റ്റെപ്സ് എനിക്കറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ എല്ലാവരും നോക്കി കാണുന്ന, അല്ലെങ്കിൽ ചിദംബരം എന്ന് പറയുന്ന ഡയറക്ടർ ആക്ടിങ്ങിലേക്ക് വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പെട്ടെന്ന് ഇതിൽ ആ ഒരു റോള് കാണുകയും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്നുള്ളൊരു സംഭവം വന്നു. പണ്ട് മുതലേ അഭിനയം ആയിരുന്നോ മോഹം? അല്ല, അഭിനയം മോഹമൊന്നുമില്ലായിരുന്നു. ഞാൻ സംവിധാനം തന്നെയാണ്. പക്ഷെ ഞാൻ ചെറുതിലെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ചെറുതിലെ. അപ്പൊ അതുകൊണ്ട് എന്റെ ബേസിക് പരിപാടികൾ അറിയാം. പിന്നെ സിനിമത്തായിട്ട് വർക്ക് ചെയ്യുന്നപ്പം വിനു ആവും. പക്ഷെ എളുപ്പമായിരുന്നില്ല, ടഫായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ കംഫർട്ടബിൾ ആയി. പിന്നെ ഇത്രയും നല്ല ആക്ടേഴ്സ് എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. സോ ഇറ്റ് വാസ് ഈസി. ഇവ ശരിക്കും ഡയറക്ടർ ആക്ടർ ആവാന്ന് പറയുമ്പം ഇപ്പൊ നിങ്ങളെപ്പോഴും ഈ ഭാഗത്താണല്ലോ നിൽക്കുന്നത്, അത്രയും നോട്ടം വേണ്ട കേട്ടോ, അല്ലെങ്കിൽ അത്ര ശരി ആവശ്യമില്ല എന്നൊക്കെ ഒരു ആക്ടറിന്റെ അടുത്ത് പറയുന്ന ഒരു സ്പേസ് ഇത്. ആ നമ്മൾ ചിലപ്പോഴും പറയുമല്ലോ മറ്റുള്ളവരുടെ ഷൂസ് നിന്ന് ചിന്തിച്ച് നോക്കണം എന്ന് പറയും. പക്ഷെ ലിറ്ററലി എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടർ ആക്ടർ ആവുമ്പോൾ അതാ സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടഫായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ അവിടെ നിന്ന് എന്താ പറയാ, മറ്റുള്ളവർ ഇൻസ്ട്രക്ട് ചെയ്യുക, അവരുടെ ടേക്ക് എടുപ്പിക്കുക. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടല്ല എനിക്ക് ഒരു കർമ്മ എന്ന് പറയാം. അതെ, ഇനി ഡയറക്ടർ ആവുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും. നല്ലോണം അനുഭവിച്ചു. അപ്പൊ ആക്ടിങ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഇഷ്ടം തോന്നിയോ ഇനിയും സിനിമകളിലേക്ക്? ഇഷ്ടം തോന്നി എന്താ തീർച്ചയായും. പക്ഷെ അത്രത്തോളം പ്രയാസകരമായ ടഫായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ആക്ടിങ്. അത്രയും ഇമോഷണലിയും മെന്റലി ഫിസിക്കലി എല്ലാം നമ്മൾ ആ സ്ട്രെയിറ്റിലേക്ക് എടുത്ത് ഭയങ്കര ടാക്സിംഗ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ആക്ടിങ്. എളുപ്പമല്ല ആണല്ലേ? ഡയറക്ഷൻ ഓർ ആക്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണല്ലേ? ചാക്കോച്ച എങ്ങനെ ഉണ്ടായിരുന്നു ചിദംബരത്തിന്റെ ഒരു പെർഫോമൻസ്? ശരിക്കും ചിദുവിനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഐഡിയ വന്നത് രതീഷിന്റെ ഭാഗം. സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. എന്നാൽ അതിലൊരു കൗതുകമുണ്ട്. പിന്നെ രതീഷിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പോലും സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് അത് അവരുടെ ആദ്യത്തെ സിനിമയാണ് തോന്നാത്ത രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരു കഴിവുണ്ട്, മോൾഡ് ചെയ്ത് എത്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിധുവിനെ ഈ ഒരു ഇത് ചുമ്മാ ഒരു ക്യാരക്ടർ അല്ല കേട്ടോ, പ്രത്യേകിച്ച് ചുമ്മാ ഒന്ന് ചെയ്തു പോകുന്ന ഒരു കഥാപാത്രമല്ല, വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് ചിതുവിനെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ചിതുവിനേക്കാളും കൺവിക്ഷൻ രതീഷിനുണ്ടായിരുന്നു. ചിതു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയ ഒരു ചെറിയ വേണോ വേണ്ടേ അല്ല. അപ്പൊ അതിന് മുന്നേ ക്യാരക്ടറും സ്ക്രിപ്റ്റും കഥ അന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ യാത്രയിലായിരുന്നു സംഭവം. പിന്നെ കേരളത്തിൽ എത്തിയപ്പോഴാണ് പിന്നെ പെട്ടെന്ന് ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്ന പരിപാടി. അപ്പോഴേക്കും ഓക്കെ എന്നൊക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാനില്ല. വായിച്ചാലും അതിൽ അത്രത്തോളം ഇന്റൻസിറ്റി എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ ആയിരുന്നു ഞാൻ വായിച്ചു. പിന്നെ വന്ന് സംഭവം തുടങ്ങിയപ്പോഴാണ് ആദ്യത്തെ സീൻ തന്നെ ചാക്കോച്ചനെ നല്ലോണം ഇങ്ങനെ ഫയർ ചെയ്യുന്നു. ഞാൻ കട്ട് ചെയ്തു. സോറി ചാക്കോച്ച. പിന്നെ ചാക്കോച്ചന്റെ നമ്മൾ സമപ്രായ ഏകദേശം സമപ്രായക്കാരാണ് സിനിമ. ഞാൻ എടാന്ന് വിളിക്കണം, ചെയ്ത് വിളിക്കണം പറഞ്ഞ് ആദ്യം കുറച്ച് പ്രശ്നമായി. പിന്നെ ശരി, ഇപ്പൊ ശരിക്കും ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കാം എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്ത വേണം ഈ സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കാൻ. അപ്പൊ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതും നമുക്കറിയാവുന്ന ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഇതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലിസ്റ്റിനുമായിട്ടുള്ളൊരു കൊളാബറേഷൻ ആദ്യമായിട്ടാണ്. ലിസ്റ്റിന്റെ ആദ്യത്തെ സിനിമ മുതൽ ട്രാഫിക് എന്നുള്ള സിനിമകൾ മുതൽ ഒരുമിച്ചുണ്ട്. ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അതൊരു ആക്ടർ എന്നുള്ള രീതിയിൽ, ആക്ടർ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ മാത്രമേ, ഇതിൽ ആക്ടറും പ്രൊഡ്യൂസറും എന്നുള്ള രീതിയിൽ ലിസ്റ്റിന് മാജിക് ഫ്രെയിംസുമായിട്ട് യോജിക്കാൻ സാധിച്ചു. അത്
എനിക്ക് ഏറ്റവും വ്യത്യസ്തമായ കഥയും സിനിമയും കഥാപാത്രവും തന്നിട്ടുള്ള രതീഷ് പൊതുവാളിന്റെ കൂടെ വീണ്ടും ഒരു കോമ്പിനേഷൻ. പിന്നെ ഇവരെല്ലാവരും നമുക്കറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ വീണ്ടും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതില് ജാഫർക്ക്, ഞങ്ങൾ ഈ കാണുന്നവരല്ലാതെ തന്നെ ശരണ്യായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ത്രൂ ഔട്ട്, പക്ഷെ ഒരു ഫുൾ മൂവി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സുധീഷ് ഉണ്ട് ഇതില്. അപ്പം ഈ സിനിമയുടെ എല്ലാ കഥാപാത്രങ്ങളും നോക്കുകയാണെങ്കിൽ അവരെ ഇതുവരെ കാണാത്ത രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും കഥാപാത്രത്തിന്റെ ഡെപ്തിലാണെങ്കിലും എല്ലാം. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കഥ ഈ പറയുന്ന പോലെ ഒരു സോഷ്യൽ സറ്റയർ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഈ സിനിമയുടെ ഭാഗമാകാൻ, അത് ഏതെല്ലാം തരത്തിൽ ഭാഗമാകാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ട്. അത് അത്യന്തികമായിട്ട് അഭിനേതാവ് എന്നുള്ള നിലയിലും ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ. ശരണ്യ പറയൂ, എങ്ങനെയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എത്തിയത്? ഞാൻ ഓഡിഷൻ ത്രൂ ആണ്. ഈ പറഞ്ഞ പോലെ രതീഷേട്ടൻ്റെ ഈ മൂവീസ് കണ്ട് എനിക്ക് ഈ സജിൻ പറഞ്ഞ പോലെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഈ കനകം കാമിനി കലഹം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇതുപോലത്തെ ഈ ടീമിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നുള്ളത്. ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ തലയിലെ പ്ലാനിങ്ങിലേ ഇല്ല, അതൊന്നും വിചാരിച്ചിട്ട് തന്നെ ഇല്ല. അപ്പം ആ സമയത്താണ് ഈ ഹൃദയഹാരിയ പ്രണയകഥ എന്ന് പറയുന്ന രതീഷേട്ടൻ്റെ മൂവിയുടെ കാസ്റ്റിംഗ് കോൾ കാണുന്നതും. അപ്പം അതിനകത്ത് പോയി അങ്ങനെ ആ മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അതിനകത്താണ് ഞാൻ ചാക്കോച്ചനോട് ഒരു ചെറിയൊരു ഒരു സീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. അതിനുശേഷം പിന്നെ ഹൃദയഹാരിയുടെ ഒരു ദുരൂഹ സാഹചര്യത്തിൻ്റെ ഓഡിഷനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കയറിയത്. ക്യാരക്ടറിനെ പറ്റി പറയാമോ? ക്യാരക്ടർ ഞാൻ അതിനകത്തൊരു കെമിസ്ട്രി ടീച്ചറാണ്. മിനി എന്നാണ് ക്യാരക്ടറുടെ പേര്. അപ്പം അവിടെ തോൽപ്പെട്ടി എന്ന് പറഞ്ഞ പഞ്ചായത്തിലെ അവിടെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി പേഴ്സൺ ആണ്. അങ്ങനെ പിന്നെ അവിടുത്തെ ഈ ഒരു കുറേ ലോക്കൽ കമ്മ്യൂണിറ്റി, അവിടുത്തെ പിള്ളേർക്കൊക്കെ ഒരു ടാർഗറ്റഡ് എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ് കൊടുക്കുന്ന കുറേ ലോക്കൽ ഗവൺമെൻറ് ബോഡിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ചുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടുത്തെ ഒരു കെമിസ്ട്രി ടീച്ചറാണ്. അങ്ങനെ ഞാനൊരു സാഹചര്യത്തിൽ സേതുവിനെ കാണുകയും അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമാവുകയും ആ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഞാനും പെടുന്നുണ്ട്.